ഹലോ മലയാളീസ്, എന്നാ ഉണ്ട്? ഇന്ന് നമുക്ക് നമ്മുടെ പാലക്കാട് രീതിയിൽ ഒരു കപ്പയും ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. ഫസ്റ്റ് ട്രൈ ആട്ടോ കപ്പ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചീറ്റിപ്പോകാതിരിക്കാം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. ഇപ്പോഴും പലർക്കും ഉള്ള ഡൗട്ടാണ്, UK നമ്മുടെ കേരളത്തിലെ സാധനങ്ങൾ കിട്ടുമോ ഇല്ലയോ. കേരളത്തിലെ സാധനങ്ങൾ കിട്ടും, പക്ഷേ കുറച്ച് എക്സ്പെൻസ് ആണെന്ന് മാത്രമുള്ളത്. നമ്മൾ കപ്പ ഇത് കേരളത്തിൽ നിന്നുള്ള സാധനമാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ കപ്പയും കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പരിപാടി എന്താണെന്നറിയോ? ഒരു ഹോൾ ചിക്കൻ, മൊത്തം ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ അത് നുറുക്കി പറക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി. അത് മാത്രമല്ല, അതുകൊണ്ട് ഫീസർ കൊണ്ട് വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കാനാണെങ്കിൽ ഇതൊരുമാതിരി ഇവിടെ തണുപ്പായ കാരണം കാട്ടയം പിടിച്ചിരിക്കും. ചൂടുവെള്ളം ഒഴിച്ചാൽ ഇതോട്ട് ഉരുകത്തുമില്ല, വല്ലാത്ത ജാതി. ഇപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കാൻ നമുക്ക് ആദ്യം പരിപാടിയിലേക്ക് പോവാം. എന്തായാലും ഞാൻ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കല്ല് പോലെ ഇരിക്കണം. നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇടണം. അപ്പം അത് വെള്ളത്തിലിട്ട് ഒരു പരിവാകുന്നവരെ അതിന് മുമ്പ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. കാരണം ഇത് ഫീസറിലല്ല വെച്ചത്, നേരത്തെ നുറുക്കി വെച്ച കാരണം ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം കമാൺ. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന കപ്പ. ഫീസറിൽ ഇരുന്ന കാരണം കല്ല് പോലെ ഇരിക്കുന്ന കേട്ടോ. അതുകൊണ്ടും നോക്കുന്നുണ്ട്. നമുക്കിതിന് വെള്ളത്തിൽ ഇടണം. എത്ര നേരം പിടിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. അത് വെള്ളത്തിട്ട സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ല, ഇതിനൊന്ന് കഴുകിയെടുത്ത് മുളക് പുരട്ടി കറി വെച്ചാൽ മാത്രം മതി. ഡെസ്കോ പറഞ്ഞ പോലെ കപ്പ ഞാൻ വെള്ളത്തിൽ ഇട്ടു, ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുളക് പുരട്ടി വെക്കാം. എന്നിട്ട് നമുക്ക് സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് ചെറിയ രീതിയിലുള്ള പുരട്ടി നോക്കാം. കപ്പ ഇട്ടിട്ട് 5 മിനിറ്റ് ആയി. ഇതുവരെ ഒന്നും ആയിട്ടല്ല, എപ്പോഴും നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതുകൊണ്ട് കുറച്ചൊന്ന് അലിത്തിട്ട് വേണം ഒന്ന് കൊത്തി നുറുക്കാൻ. അപ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ എടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ തന്നെ കപ്പയാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ട സാധനം നമ്മൾ അരിഞ്ഞ് വെച്ചു. സവോള, തക്കാളി, പച്ചമുളക്, ഇതേപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള സാധനം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കറി വെക്കാനുള്ള പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ച് ഇനി നമ്മൾ എണ്ണ എടുത്ത് വെച്ച് ചൂടാക്കണം. ഉപ്പും മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ. ഈ ചിക്കനകത്തിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടണം. എനിക്ക് കുറച്ച് എരിവ് വേണേ. അപ്പം ഞാൻ അങ്ങനെ സ്പൂൺ ഇളക്കൊന്നുമില്ല. എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ചുമ്മാ കൊട്ടിയിടലാണ് പരിപാടി. എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കടം മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സവാളയൊക്കെ അരിഞ്ഞ് കുനുകുനാന്നറിയാം. ഓക്കെ, എണ്ണ ഒഴിച്ച് ഇനി അത് ചൂടാകേണ്ട താമസം. സവാള ഇട്ട് ഇളക്കുക. കടുവേറ എണ്ണ ഏകദേശം ചൂടായി കഴിയുമ്പോൾ തന്നെ നേരെ സവാള എടുത്തങ്ങ് ഇടുക. എന്നിട്ടങ്ങ് വരട്ടുക. പിന്നെ നമ്മുടെ ഉപ്പ് പെട്ടെന്ന് നോക്കാൻ വേണ്ടി കേട്ടോ എന്നാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞേക്കുന്നത്. സവോള വരട്ടുമ്പം ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് മൂത്ത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് മൂക്കുന്നവരെ റെസ്റ്റ് എടുക്ക്. പണ്ടൊക്കെ വീട്ടിലെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, ഇത് ഞാൻ ഉണ്ടാക്കിയല്ല, ഇവിടെ അമ്മയും വല്യമ്മയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഈ നമ്മുടെ കരിയാപ്പിലൊക്കെ ഇട്ട് ഭയങ്കര മണം. ഇവിടെ ഇപ്പോൾ കരിയാപ്പിലൊന്നും കിട്ടാനില്ലാത്ത കാരണം ഇടുന്നില്ല. ഓക്കെ, കഥ പറയുന്നില്ല. ഏകദേശം സവോള മൂത്ത് ബ്രൗൺ കളർ ആകാറായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ അത് കഴിഞ്ഞോട്ടോ പച്ചമുളക് ഇടാറ്. അധികം പച്ചമുളക് ഇല്ലാത്ത കാരണം കാണിക്കുന്നില്ല, ഉള്ളത് വെച്ചാൽ പോണം പോലെ. ഇനി ഇത് ഒന്ന് മൂത്ത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ മുളക് പൊടി കറച്ചക്കൂട്ട്, അതായത് ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ വരട്ടെടുക്കും. അന്നേരം നമുക്ക് അന്നേരം കാണാം. ഓക്കെ, സവോള മൂത്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, ഇറച്ചിക്കൂട്ട്, അതായത് ചിക്കൻ മസാല, ഉപ്പ്. എനിക്കറിയത്തില്ല, ഞാൻ എന്ന് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ കയറിയാലും, അതായത് മുളക് കൊണ്ട് എന്ത് കറി ഉണ്ടാക്കാൻ കയറിയാലും, ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന 3 നില വീടാണ്. അങ്ങ് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾ വരെ തുമ്മിക്കൊണ്ട് ഇറങ്ങി വരും. നീ വീട്ടിൽ പുറത്ത് ചാടിക്കുവാണോടാ എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് ആരില്ലാത്ത സമയത്ത് അടുക്കള കിടക്കുന്നത്. എല്ലാവരും ജോലിക്കും കറങ്ങാനൊക്കെ പോയി. നമ്മളെ കൂടി ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. ഓക്കെ, വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തത് കാരണം മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മൾ മുളക് പുരട്ടി വെച്ച ചിക്കനായിട്ട് ഇനി മസാല മൊത്തം ഈ ചിക്കനെ പിടിപ്പിച്ച് കഴിഞ്ഞാണ് വെള്ളം ഒഴിക്കുന്നത്. പിടിപ്പിച്ച് കഴിഞ്ഞ് കാണാതെ
അങ്ങനെ പൊടികളെല്ലാം ഒക്കെ ഇട്ട് നമ്മൾ ഏകദേശം സെറ്റാക്കി വെച്ചിട്ട് ഇനി അതിൻ്റെ നമ്മൾ മുളക് ഇട്ട് കഴിഞ്ഞ് ചിക്കൻ അതിടണം. ഞാൻ ഈ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ചാറാക്കുന്നത്. കാണിച്ചത് ആദ്യം ചിക്കനൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ ചുമച്ച് പുറത്ത് അടിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എന്നിട്ട് ഈ ചിക്കനിൽ ഞാൻ ഈ മുളക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാറുള്ളൂ. കാണിക്കാം. ആ മസാല മൊത്തം ഞാനത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ചാറാക്കാൻ വേണ്ടി. ഇത്ര നല്ല കുറച്ചിനും വെള്ളം ഒഴിക്കണം വേണ്ടി. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കറിയായി കഴിഞ്ഞ് കാണാം. അങ്ങനെ അവസാനം നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഗൈസ്. ചിക്കൻ കറി റെഡിയായി. കാണിച്ചു തരാം, സാധനം കാണിച്ചു തരാം. നിങ്ങൾ തന്നെ നോക്കുക എങ്ങനെയുണ്ടത്. നല്ല ചവന്നിരിക്കുന്ന കണ്ടോ നമ്മുടെ ചിക്കൻ കറി. കണ്ടോ നമ്മുടെ ചിക്കൻ കറി നല്ല ചവന്നിരിക്കുന്ന ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോയാലോ. കപ്പ ഈ കപ്പ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കൊരാളെ വിളിച്ച് ചോദിക്കണം എൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം വീട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് എക്സ്പെർട്ട് ആരാ? മറ്റേവരുമില്ല, നമ്മുടെ അമ്മ. ഇപ്പം വിളിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല. വിളിച്ച് നോക്കാം. എടുത്താൽ നല്ല രീതിയിൽ ഉണ്ടാക്കും, എടുത്തില്ലെങ്കിൽ നമ്മുടെ രീതിയിൽ പാളിപ്പോയ രീതി ഉണ്ടാക്കും. ഓക്കെ. അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ കപ്പ തേണ്ടേ കൊത്തി നുറുക്കിയിട്ടുണ്ട്. പാലായിൽ ഇത് കൊത്തി നുറുക്കി വേവിക്കുക. പിന്നെ മറ്റേതിന് ചെണ്ടം പുഴുങ്ങാന്നൊക്കെ പറയുന്നത്. പല നാട്ടിലും പല രീതിയാണെന്ന് തോന്നുന്നു. അപ്പം ഇനി നമുക്കിത് കുക്കറിൻ്റെ അകത്തിട്ട് ഒരൊറ്റ വിസിലടിക്ക് ഓഫാക്കണം. അപ്പം നമുക്കത് കഴിഞ്ഞ് കാണാം. ഇതേ കപ്പ ഒറ്റ കൂവലിന് വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് ഇനി അടച്ച് ഒറ്റ കൂവച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ കപ്പ ഒരു വിസിലടിയിച്ച് സാധനം റെഡി ആയിട്ടുണ്ട്. ആവി പോകാൻ വേണ്ടി നിൽക്കുന്നു. കേൾക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരെ വന്ന് അരപ്പ് റെഡിയാക്കാം. തേങ്ങ, ജീരകം, പിന്നെ നമ്മുടെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനമായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് വരാം. ഒറ്റ കറക്കെന്നാണ് അമ്മ പറഞ്ഞത്. നമുക്ക് ഒറ്റ കറക്ക് ഇറക്കാം. ഇതാണ് ഇവിടുത്തെ മിക്സിയുടെ ചില സമയത്തുള്ള പ്രശ്നം. അടിക്കുകയില്ല. കറക്കി കഴിഞ്ഞ് വരാം. അങ്ങനെ നമ്മൾ തേങ്ങ ഒരു കറക്കിന് അരച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് കറുത്താവാനും മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് അതിനകത്തിട്ട് ഇളക്കി പറക്കി നോക്കാം. എന്നിട്ട് അവസാനത്തെ സ്റ്റേജ് ഞാൻ കാണിക്കാം. അതേ ഇനി കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. മാന്യ മിത്രങ്ങളെ, അങ്ങനെ നീണ്ട മണിക്കൂർ നേരത്തെ കപ്പയുണ്ടാക്കലിന് ശേഷം നമ്മുടെ കപ്പ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കപ്പ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ തന്നെ പറയുന്നത് കേട്ടോ. ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ പറയണം കപ്പ വിജയിച്ചിരിക്കുകയാണെന്ന്. വേറെ ആർക്കും കൊടുക്കുന്നില്ല. വേറെ ആർക്കും കൊടുത്താൽ അവരെന്തായാലും ഇതിനെക്കുറിച്ച് കുറ്റം പറയും. കാരണം ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട്. അപ്പം സാധനം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് കളർ വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. പാലക്കാരും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറ. കളർ വെച്ച് നോക്കിയിട്ട് കളർ രീതിയിലെങ്കിലും ഒത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറ കേട്ടോ. കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ നോക്കൂ. വിജയിച്ചിട്ടുണ്ടോ? കൊഴിഞ്ഞു പോയി എന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയൊന്നുമില്ല. പിന്നെ നമ്മുടെ മറ്റേ കപ്പ കടിക്കാൻ കിട്ടിയില്ല. കാരണം വെന്ത് പോയി. ഒരു കൂവെന്ന് പറഞ്ഞിട്ട് ഒരു കൂവിൽ ഒരു വിസിലടിക്ക് സാധനം എന്തായാലും വെന്ത് പോയി. അപ്പം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കിയ ശേഷം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇസ്മി ഷാരോൺ. ബൈ.